സർവേഷാം നമസ്കാരം. അദ്യ വിഷ്ണുസഹസ്രനാമ പഠനം, സംസ്കൃത പഠനം. अष्टत्रिंशत्तमं श्लोकं वयं पठितवन्तः, तावत्पर्यन्तं पठितवन्तः. अनन्तरम् ऊनचत्वारिंशत् अथवा नवत्रिंशत्तमं श्लोकं पठामः. अतुल शरभ भीम समयज्ञ अविर्हरि सर्वलक्षणलक्षण्य लक्ष्मीवान् സമിതിഞ്ജയ. ഇതാണ് ശ്ലോകം. അപ്പൊ നമുക്ക് ആദ്യം ശ്ലോകം ഒന്ന് പഠിക്കാം. അതുല ശരഭ, അത് കൂടി ചെല്ലുമ്പോ അതുല ശരഭ. ഭ എന്നുള്ളത് ഘോഷാക്ഷരാണ്. അതുല ശരഭ. അടുത്തത് ഭീമ. അപ്പൊ ശരഭ, അതുല ശരഭ ഭീമ കൂടി വരുമ്പോൾ ശരഭ എന്നുള്ള വിസർഗം ഓകാരായിട്ട് ശരഭോ എന്നാവും. അതുല ശരഭോ ഭീമ. എല്ലാവരും ചൊല്ലിക്കോളൂ. അതുല ശരഭോ ഭീമ. അതുല ശരഭോ ഭീമ. അതുല ശരഭോ ഭീമ. സമയജ്ഞ, അത് പിന്നെ ഈ കൂടി വരുന്ന സമയത്ത് സമയജ്ഞോ എന്നായി മാറും. സമയജ്ഞോ. പിന്നെ ഹവിര് ഹരി, അത് ഒറ്റപ്പദാണ്. അവിടെ ഹവിർ ഹരി എന്നാണ് എഴുതുക. ഹവിർ, ഹവി എർ ഹരി എന്നാണ് എഴുതുക. പക്ഷെ ഹവി കഴിഞ്ഞിട്ടുള്ള എർ എന്നുള്ളത് കുറച്ചൊരു ഇതായിട്ട് ചെല്ലണം. അപ്പൊ അതുകൊണ്ട് എർ എന്ന് ചെല്ലാറില്ല, എര് എന്നുള്ള രീതിയിലേ ചൊല്ലാറുള്ളൂ. അപ്പൊ ഹവിര് ഹരി എന്നാവും. ഹവിര് ഹരി. സമയജ്ഞോ ഹവിര് ഹരി. സമയജ്ഞോ ഹവിര് ഹരി. സമയജ്ഞോ ഹവിര് ഹരി. അതുല ശരഭോ ഭീമ. സമയജ്ഞോ ഹവിര് ഹരി. സർവ ലക്ഷണ ലക്ഷണ്യ. അത് ലക്ഷണ ലക്ഷണ്യ എന്നുള്ളത് കൂടി വരുമ്പോ ലക്ഷണ്യോ എന്നായി മാറും. സർവ ലക്ഷണ ലക്ഷണ്യോ. സർവലക്ഷണ ലക്ഷണ്യോ. സർവലക്ഷണ ലക്ഷണ്യോ. അത് ലക്ഷണ്യ എന്നുള്ളത് ലക്ഷണ്യോ എന്നാവെന്ന് പറഞ്ഞല്ലോ. അടുത്തത് ലക്ഷ്മീവാൻ. അവിടെ ക്ഷ്മ ക്ഷ അതൊക്കെ ശ്രദ്ധിക്കണം. ലക്ഷ്മീവാൻ. സമിതിം ജയ, അത് സമിതിം ജയ എന്ന് ഉച്ചരിക്കുന്നതിനേക്കാൾ സമിതിഞ്ജയ, അതാ കുറച്ചുകൂടി നല്ലത്. സമിതിഞ്ജയ.
ലക്ഷ്മീവാൻ സമിതിഞ്ജയ. ലക്ഷ്മീവാൻ സമിതിഞ്ജയ. ലക്ഷ്മീവാൻ സമിതിഞ്ജയ. സർവലക്ഷണലക്ഷണ്യോ. ലക്ഷ്മീവാൻ സമിതിഞ്ജയ. അപ്പൊ അർത്ഥം നോക്കുമ്പോ അതുല എന്നാണ് ആദ്യത്തെ പദം. തുല 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 എന്ന് പറയുമ്പോൾ തുലനം ചെയ്യാൻ പറ്റുന്നത്, അതാണ് തുല. അതുല എന്നാകുമ്പോ തുലനം ചെയ്യാൻ പറ്റാത്തത് എന്നർത്ഥം. തുലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? തമ്മിൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അളക്കുക. ഇതുപോലെ തന്നെയാണല്ലോ അത്, അല്ലെങ്കിൽ ഇത്രക്ക് ആണല്ലോ അവിടെ ഉള്ളത്, ഇത്രയാണല്ലോ അവിടെ ഉള്ളത്, അങ്ങനെയൊക്കെ തുലനം ചെയ്യാം. തുലനം ചെയ്യാന്ന് പറഞ്ഞാൽ ഈ തുലാസ് എന്തിനുള്ളതാണ്? തമ്മിലുള്ള വ്യത്യാസമൊക്കെ മനസ്സിലാക്കാനാണ്. അപ്പൊ അങ്ങനെ പറ്റാത്തത് എന്നർത്ഥം. അതുല എന്ന് പറയുമ്പോൾ സമാനതകളില്ലാത്ത, സമാനമായിട്ടൊന്നുമില്ല. അപ്പൊ ഇന്നതിന് തുല്യമാണ്, തുല്യം അല്ല, തുല്യം എന്നൊക്കെ പറയില്ലേ, ആ തുലനം ചെയ്യുന്നതിന്റെ ഭാവമാണ് തുല്യം. അപ്പൊ അങ്ങനെ തുലനം ചെയ്യാൻ പറ്റാത്തത്, അപ്പോ തുല്യമായിട്ടൊന്നുമില്ല, സമാനതകളില്ലാത്ത എന്നർത്ഥം. അപ്പൊ അതുല അകാരാന്താണ്, ചതുർത്ഥി അതുലായ എന്ന് വരും. അതുലായ നമ. അടുത്തത് ശരഭ. ശരഭ, ശരത്തെ ശരം ഭഞ്ജിക്കുക, ശരഭം. അതായത് ഈ ധർമ്മം ആയിട്ടുള്ള വിഷയങ്ങൾ, ആ ധർമ്മമായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ ഒരു അതിർത്തി ഉണ്ടാവും. അത് ചില ആൾക്കാരൊക്കെ ധർമ്മത്തിന്റെ അതിർത്തികൾ ചിലര് പാലിക്കാതെ അത് ലംഘിക്കും, അവരെ ഇല്ലാണ്ടാക്കുകയാണ്. അപ്പോ അധർമ്മത്തെ ഇല്ലാണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, പക്ഷെ അത് ഈ ഒരു തരത്തിലാണ് അർത്ഥമായി വരുന്നത്. ധർമ്മത്തിന്റെ അതിർത്തികളുണ്ട്, ഇത്ര വരെ ആയ ധർമ്മം എന്നുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പോകുന്ന ആൾക്കാരെ നശിപ്പിക്കുന്നയാള്, അല്ലെങ്കിൽ അവരെ അതിന് പ്രേരിപ്പിക്കാത്തയാള്, പ്രേരിപ്പിക്കുകയല്ല, അതിൽ നിന്ന് തടയുന്നയാള് എന്നർത്ഥം. നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത്രേ ഉദ്ദേശമുള്ളൂ. അപ്പൊ ഉള്ളിൽ ഒരു പ്രകാശമായിട്ട് വരുന്നതാണ് എൻ്റെ ഉദ്ദേശം. ഉള്ളിൽ ആന്തരികമായിട്ട് ഒരു പ്രകാശം പ്രകാശിക്കുന്ന ആള് എന്നർത്ഥം. അപ്പൊ അങ്ങനെ പ്രകാശം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അതിരുകള് ലംഘിക്കാൻ സാധ്യമല്ല, അതാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ പ്രകാശം ഉണ്ടാക്കുന്ന ആള് എന്നുള്ളൊരർത്ഥം കൂടി വരും. ഇപ്പൊ ശരഭ എന്നുള്ളത് അകാരാന്താണ്, ചതുർത്ഥി ശരഭായ എന്ന് വരും. അതുലായ നമ, ശരഭായ നമ. അടുത്തത് ഭീമ. അപ്പൊ അത് അകാരാന്താണ്, ഭീമായ എന്ന് അർത്ഥം വരും. ആ വാക്കുകൊണ്ട് തന്നെ എന്താണെന്നുള്ളത് സ്പഷ്ടമാണ്. വളരെ ഭീമാകാരമായിട്ടുള്ള ആള് എന്നുള്ള അർത്ഥം. ഭീമമായ ആകാരത്തോടു കൂടിയ ആള്, ഭീമാകാരം, അത് തന്നെ ഭീമ. ഭീമായ നമ എന്ന് രൂപം. പിന്നെ സമയജ്ഞ. സമയജ്ഞ, സമയം ജ്ഞ, അറിയ. ജ്ഞ എന്നുള്ള വാക്കിന് അർത്ഥമാണ് സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ എന്നാണല്ലോ. അതുപോലെ സമയജ്ഞൻ എന്ന് പറഞ്ഞാൽ സമയത്തെ അറിയുന്നയാൾ എന്നർത്ഥം. അപ്പൊ ജ്ഞ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അറിയുന്നയാള് എന്നുള്ള അർത്ഥം എടുക്കും. അപ്പൊ സമയജ്ഞൻ, സമയത്തെ അറിയുന്നയാളാണ്. അപ്പൊ അത് ഓരോന്നിനും വേണ്ട സമയങ്ങള്, ഇന്ന സമയങ്ങളിൽ എന്തൊക്കെ നടക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നയാള്. അങ്ങനെ അറിയുന്നത് എന്തുകൊണ്ടാണ്? അതിനൊക്കെ അതീതമായിട്ട് ഉള്ള ആളാണ് എന്നുള്ളത് കൊണ്ടും, അത് അതാത് സമയത്ത് നടപ്പിലാക്കേണ്ട ആള് ആയിട്ട് വരുന്നത് കൊണ്ടും ഒക്കെയാണ്. അപ്പൊ അതാണ് സമയജ്ഞ, ആ സമയത്തെ അറിയുന്നയാള്. അത് അകാരാന്താണ്, സമയജ്ഞായ എന്ന് വരും. സമയജ്ഞായ നമ. അടുത്തത് ഹവിര് ഹരി.
ഹരി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഹവിര് ഹരി, ഹവിസ്സുകളുടെ ഹരി, ഹവിസ്സുകളെ ഹരണം ചെയ്യുന്നയാള്, സ്വീകരിക്കുന്നയാള്. ഇപ്പൊ യജ്ഞത്തിലൊക്കെ ഹവിസ്സുകൾ കൊടുക്കുമല്ലോ, ആ ഹവിസ്സുകളെയൊക്കെ സ്വീകരിക്കുന്നയാള്, യജ്ഞത്തിൽ അർപ്പിക്കുന്നതായ ഹവിസ്സുകൾ അതിനെയൊക്കെ സ്വീകരിക്കുന്നയാള് ആ അർത്ഥത്തിലാണ്. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിൽ നടക്കുന്നതായാലും ശരി, ആ ഒരു യജ്ഞം ഉണ്ടാവും, ആ യജ്ഞത്തിൽ ഉണ്ടാകുന്ന നമ്മൾ അർപ്പിക്കുന്നതിനൊക്കെ സ്വീകരിക്കുന്നയാൾ എന്നർത്ഥം. ഹവിര് ഹരി, ഹരി എന്നുള്ളത് ഇകാരാന്താണ്. അപ്പോ ഹരയേ എന്നാണ് ചതുർത്ഥി വരിക. അപ്പൊ ഹവിര് ഹരയേ എന്ന് വരും. ഹവിര് ഹരയേ നമ, അതുലായ നമ, ശരഭായ നമ, ഭീമായ നമ, സമയജ്ഞായ നമ, ഹവിര് ഹരയേ നമ. അടുത്തത് സർവലക്ഷണ ലക്ഷണ്യ, സർവ ലക്ഷണ ലക്ഷണ്യ. സർവ എന്ന് പറയുമ്പോൾ എല്ലാ, ലക്ഷണങ്ങള്, ലക്ഷണം, ലക്ഷണങ്ങളൊക്കെ, ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ഇതായിട്ടുള്ള ഗുണങ്ങൾ, അതാണ് ലക്ഷണങ്ങൾ എന്ന് പറയാം. ലക്ഷണ്യ, അപ്പോ എല്ലാ നല്ല ലക്ഷണങ്ങളുടെയും ലക്ഷണ്യ, അതിൻ്റെയൊക്കെ ഈ ആസ്ഥാനെന്നോ ആവാസസ്ഥാനെന്നോ ഒക്കെ പറയാം. അങ്ങനെ ആയിട്ടുള്ള ആള്, നല്ല എല്ലാ ഗുണങ്ങളുടെയും കേന്ദ്രം എന്നർത്ഥം. സർവലക്ഷണ ലക്ഷണ്യ, ഈ എല്ലാ നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ ആ ഗുണങ്ങളുടെയൊക്കെ അങ്ങേയറ്റത്തെ നിർവചനമായിട്ടുള്ള ആള്. പലതരത്തിലുള്ള സത്യങ്ങള് എല്ലാ തരത്തിലും ഇങ്ങനെ കണക്ക് കൂട്ടി അതിൻ്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള സത്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ആള്. അതുപോലെ തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും സ്വന്തമായിട്ടങ്ങ് വെളിപ്പെടുത്തുന്നതാണ്. എല്ലാ ഗുണങ്ങളുടെയും ആവാസസ്ഥാനം എന്ന് ഒറ്റ അടിക്ക് പറയാം. അങ്ങനെയുള്ള ഒരർത്ഥമാണ് എല്ലാ ഗുണങ്ങളുടെയും കേന്ദ്രം എന്നർത്ഥം. ഇപ്പൊ സർവലക്ഷണ ലക്ഷണ്യ അകാരാന്താണ്, ലക്ഷണ്യായ എന്ന് വരും ചതുർത്ഥി. സർവലക്ഷണ ലക്ഷണ്യായ, സർവലക്ഷണ ലക്ഷണ്യായ നമ ഒറ്റപ്പതാണ്. ഹരിഹരേ നമ, സർവലക്ഷണ ലക്ഷണ്യായ നമ. അടുത്തത് ലക്ഷ്മീവാൻ എന്നാണ്. അപ്പൊ ലക്ഷ്മീവാൻ എന്നുള്ളത് തകാരാന്തായിട്ടുള്ള രൂപമാണ്. ലക്ഷ്മി, ഭവാൻ, ഭവന്തൗ, ഭവന്ത എന്നൊക്കെ പറയുന്ന പോലെ ലക്ഷ്മീവാൻ, ലക്ഷ്മീവന്തൗ, ലക്ഷ്മീവന്ത. അപ്പൊ അതിന്റെ ചതുർത്ഥി വരുന്നത് വതേ, ഭവതേ എന്നൊക്കെ വരുന്ന പോലെ ലക്ഷ്മീവതേ നമ എന്നാണ്. ലക്ഷ്മീവതേ നമ, ഓ ലക്ഷ്മീവതേ നമ എന്ന് വരും. അതുലായ നമ, ശരഭായ നമ, ഭീമായ നമ, സമയജ്ഞായ നമ, ഹവിരിഹരയേ നമ, സർവലക്ഷണലക്ഷണ്യായ നമ, ലക്ഷ്മീവതേ നമ. പിന്നെയുള്ളത് സമിതിം ജയ, സമിതിഞ്ജയ, സമിതിഞ്ജയ, അതും അകാരാന്തായിട്ടുള്ള രൂപമാണ്. സമിതിഞ്ജയായ എന്ന് വരും. സമിതിഞ്ജയായ നമ. അപ്പൊ സമിതിഞ്ജയൻ എന്ന് പറഞ്ഞാൽ ജയം, സമിതിഞ്ജയം. അപ്പൊ സമിതി എന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കുന്ന ഒരർത്ഥം ഉണ്ടല്ലോ, ഒരു സമിതി രൂപീകരിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ സമിതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ പരസ്പരം ഉണ്ടാവുന്ന ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഈ ഒരു സമിതി എന്ന് പറയുമ്പോൾ ആശയങ്ങളുടെ യുദ്ധം, അങ്ങനെ ഉള്ളതിനെ ഒരു സമിതി എന്ന് പറയാറുണ്ട്. കൂടിച്ചേരൽ, കൂട്ടിമുട്ടൽ എന്നൊക്കെയുള്ള അർത്ഥം. സമിതി എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടലാണ്, കൂട്ടിമുട്ടൽ അത് തന്നെയാണ് യുദ്ധം. അപ്പോ ആ സമിതികളിൽ ജയം ഉള്ളയാള്, സമിതികളിൽ ജയിക്കുന്നയാള്. ഇപ്പൊ കൂട്ടിമുട്ടിയാൽ ജയിക്കും, യുദ്ധങ്ങളിലൊക്കെ ജയിക്കുന്നയാള് എന്നർത്ഥം. അപ്പൊ സമിതിഞ്ജയ അകാരാന്താണ്. സമിതിഞ്ജയായ നമ. അതുലശരഭോ ഭീമ സമയജ്ഞോ ഹവിരിഹരി, സർവലക്ഷണലക്ഷണ്യോ ലക്ഷ്മീവാൻ സമിതിഞ്ജയ.
അപ്പൊ ഇനി നമുക്ക് 35 കഴിഞ്ഞ് 39 കഴിഞ്ഞിട്ട് ഇനി 40-ാമത്തെ ശ്ലോകം നോക്കാം. 40-ാമത്. അപ്പൊ ആദ്യം വിക്ഷര രോഹിത ഹേതു ദാമോദര സഹ മഹീധര മഹാഭാഗ വേഗവാൻ അമിതാശന. ഓരോന്നായിട്ട് നോക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ശ്ലോകം പഠിക്കാം. വിക്ഷര, അത് ശ്ലോകത്തിൽ കൂടി വരുമ്പോൾ വിക്ഷര എന്നുള്ളത് വിക്ഷരോ എന്നായി മാറും. അപ്പൊ വിക്ഷര എന്നുള്ളത് അകാരാന്താണ്, വിക്ഷരായ എന്ന് വരും. ഏതായാലും ശ്ലോകം പഠിക്കാം. വിക്ഷര, വിക്ഷരോ എന്നായി. പിന്നെ രോഹിത, അതും രോഹിതോ എന്നായി മാറും. പിന്നെ മാർഗ, അത് മാർഗോ എന്നായി മാറും. വിസർഗം ഓകാരാവും അർത്ഥം. വിക്ഷരോ രോഹിതോ മാർഗോ. വിക്ഷരോ രോഹിതോ മാർഗോ. വിക്ഷരോ രോഹിതോ മാർഗോ. പിന്നെ ഹേതു ദാമോദര. അപ്പൊ അവിടെ ഹേതു എന്നുള്ള വിസർഗം എന്നായിട്ട് ഹേതുർ, പിന്നെ ദാമോദര, ഹേതുർ ദാമോദര. അടുത്തത് സഹ. അവിടെ ദാമോദര സഹ, ആ വിസർഗം സകാരായിട്ട് സഹ എന്നാവുകയാണ് ചെയ്യുക. ഹേതുർ ദാമോദര സഹ. ഹേതുർ ദാമോദര സഹ. ഹേതുർ ദാമോദര സഹ. വിക്ഷരോ രോഹിതോ മാർഗോ. ഹേതുർ ദാമോദര സഹ. പിന്നെ മഹീധര എന്നാണ്, അത് മഹീധരോ എന്നായി മാറും. വിസർഗം ഓകാരായിട്ട് മഹീധരോ. അടുത്തത് മഹാഭാഗ എന്നാണ്, അതും ഈ പറഞ്ഞ പോലെ വിസർഗം ഓകാരായിട്ട് മഹാഭാഗോ എന്നാവും. മഹീധരോ മഹാഭാഗോ. മഹീധരോ മഹാഭാഗോ. മഹീധരോ മഹാഭാഗോ. പിന്നെ വേഗവാൻ എന്നാണ്. അടുത്തത് അമിതാശന. അവിടെ സന്ധി വരുമ്പോ കൂടിച്ചേർന്ന് വരുമ്പോ വേഗവാൻ അമിത, അവിടെ ഞാനായി മാറും. എൻ ആ കൂടിയിട്ട് ഞാനാവും. വേഗവാൻ അമിതാശന. വേഗവാൻ അമിതാശന. വേഗവാൻ അമിതാശന. മഹീധരോ മഹാഭാഗോ. വേഗവാൻ അമിതാശന. അവന് ഓരോന്നായിട്ട് നോക്കാം. വിക്ഷര എന്നാണ് ആദ്യത്തത്. വിക്ഷര. ഇക്ഷരം
എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ക്ഷരം ഉള്ളത്, ക്ഷരം നശിക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥമാണ് ക്ഷരം എന്നുള്ള വാക്കിന്. അപ്പൊ വിക്ഷര എന്ന് പറയുമ്പോൾ നമ്മൾ അക്ഷര എന്ന് പറയുന്നില്ലേ, ഏതാണ്ട് അതേ അർത്ഥം തന്നെയാണ്. അക്ഷര വിക്ഷര എന്നൊക്കെ പറഞ്ഞാല് ഒരേ അർത്ഥമാണ്. അക്ഷര എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തതെന്നാണ്. വിക്ഷര എന്ന് പറഞ്ഞാൽ വിഗതക്ഷരം, നാശത്തെ വിഗതമായിട്ടുള്ള ആള് എന്നുള്ള അർത്ഥം. അപ്പോൾ ഈ നശിക്കുക എന്ന് പറയുമ്പോൾ തളർച്ചയാണ്. ഒന്നിന് നാശം എന്ന് പറയുമ്പോൾ അതിന് തളർച്ച. അപ്പൊ തളരാത്ത ആള് എന്നർത്ഥം. എന്തുണ്ടായാലും തളരില്ല, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് വിക്ഷര. വിഗതക്ഷര, അതാണ് വിക്ഷര. വിഗതക്ഷര, വിക്ഷര. അപ്പൊ തളരാത്തയാള്, നശിക്കാത്തയാള് എന്നൊക്കെ അർത്ഥം. അപ്പൊ അവിടെ അകാരാന്താണ്. വിക്ഷരായ എന്ന് വരും. വിക്ഷരായ നമ. അടുത്തത് രോഹിത. രോഹിത എന്നുള്ള വാക്കിന്, രോഹിതം എന്ന് പറഞ്ഞ ഒരു നിറമാണ്, രോഹിത വർണ്ണം, ചുവപ്പ് നിറം. അപ്പൊ അങ്ങനെയുള്ള നിറത്തോടു കൂടിയ ആള് എന്നുള്ള അർത്ഥമാണ് രോഹിത. രോഹിത, ചുവന്ന നിറമുള്ള ആള് എന്നർത്ഥം. അകാരാന്താണ്. രോഹിതായ നമ. വിക്ഷരായ നമ, രോഹിതായ നമ. അടുത്തത് മാർഗ. മാർഗ, മാർഗം. മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വഴി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എടുക്കാറ് പലപ്പോഴും. മലയാളത്തിലൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ. ഇത് മാർഗം എന്നുള്ള വാക്കിന് ഈ സംസ്കൃതത്തിൽ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മാർഗം എന്ന് വരാൻ കാരണം? മാർഗയതി എന്നൊക്കെ പറഞ്ഞാല് ഇങ്ങനെ അന്വേഷിക്കുക, അതാണ് മാർഗണം. മാർഗയതി എന്നൊക്കെ പറഞ്ഞാൽ അന്വേഷിക്കുക, അന്വേഷിക്കപ്പെടുക. ഈ വഴിയും അങ്ങനെ തന്നെയാണല്ലോ ശരിക്കും. നമുക്കൊരു സ്ഥലത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വഴികളെ പറ്റിയിട്ട് നമ്മളിങ്ങനെ, അങ്ങനെയാണ് ആ മാർഗ എന്നുള്ളത് വഴിയായിട്ട് മാറിയത്. അത്രയേ ഉള്ളൂ. അപ്പൊ മൃഗയ എന്ന് പറഞ്ഞാൽ നായാട്ടാണ്. മൃഗയ എന്നുള്ള വാക്കിന്റെ അർത്ഥം നായാട്ട് എന്നാണ്. മൃഗയ. അപ്പോ കാട്ടിലുള്ള മൃഗങ്ങളെയൊക്കെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് മൃഗയ എന്ന് പറഞ്ഞ വാക്ക് വരാൻ കാരണം എന്താ? മൃഗയതി, അന്വേഷിക്കുകയാണ്. ഇങ്ങനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച് അന്വേഷിച്ച് പോയിട്ട് കൊല്ലുക, അല്ല, അതാണല്ലോ നായാട്ട് വരുന്നത്. അപ്പം അതൊക്കെ വരാനുള്ള കാരണം മാർഗയതി എന്നുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കുക എന്നുള്ള ആ അർത്ഥം വരുന്ന വാക്കായതുകൊണ്ടാണ്. അത് ഇതിൽ നിന്നാണ് ഈ മാർഗം, വഴി എന്നും ഇപ്പൊ ഈ പറഞ്ഞ അർത്ഥങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ മാർഗ, അന്വേഷിക്കപ്പെടുന്നയാള്. അപ്പോ വേണം എന്ന് നല്ല ബുദ്ധി തോന്നുന്ന ആൾക്കാര്, ഈശ്വരനെ അന്വേഷിക്കുന്ന ആൾക്കാര്, അവർക്കൊക്കെ എത്തേണ്ട സ്ഥാനം, അവരൊക്കെ അന്വേഷിക്കപ്പെടുന്നയാള്, അവരാലൊക്കെ നല്ലതിനെ ആഗ്രഹിക്കുന്നവരൊക്കെ അന്വേഷിക്കുന്നയാള്, അതാണ് മാർഗ, അന്വേഷിക്കപ്പെടുന്നവൻ. അപ്പോ അകാരാന്താണ്. മാർഗായ നമ. മാർഗായ, മാർഗായ നമ. വിക്ഷരായ നമ, രോഹിതായ നമ, മാർഗായ നമ. അടുത്തത് ഹേതു എന്നാണ്. ഹേതു എന്നുള്ള വാക്കിന് നമുക്ക് അർത്ഥം അറിയാം. ഹേതു എന്ന് മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്. കാരണം, അത് തന്നെയാണ് അർത്ഥം. കാരണം, കാരണമായിട്ടുള്ളയാള്, എന്തിൻ്റെയും കാരണമായിട്ടുള്ളയാള് ഹേതു. ഹേതു എന്നുള്ളത് ഉകാരാന്താണ്. ഗുരു, ഗുരവേ എന്ന് പറയുന്ന പോലെ ഹേതു, ഹേതവേ എന്നാണ് വരിക. ഹേതവേ നമ, വിക്ഷരായ നമ, രോഹിതായ നമ, മാർഗായ നമ, ഹേതവേ നമ. അടുത്തത് ദാമോദര. ദാമ, ഉദര, രണ്ട് പദങ്ങൾ. ദാമ എന്നുള്ളൊരു പദം, ഉദര എന്നുള്ളൊരു പദം. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു ദാമോദരനുണ്ട്. അതായത് ഉദരത്തില് കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ട ആള് എന്നുള്ള ഒരർത്ഥം. യശോദ കയറുകൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ട്, അത് ഉദരത്തിലാണ് കെട്ടിയത്. അപ്പൊ അങ്ങനെ ദാമോദരൻ എന്നൊരു പേര് വന്നിട്ടുണ്ട്.
അങ്ങനെ ഒരർത്ഥം എടുക്കാം. ആ ഒരു കാരണമുണ്ട്. പിന്നെ ഈ ലോകങ്ങളെ മുഴുവൻ ഉദരത്തിലാക്കിയ, ലോകം മുഴുവൻ അവനിൽ അടങ്ങിയിട്ടുണ്ട്, ലോകങ്ങളെ ഉദരത്തിൽ ഉള്ളവൻ, അങ്ങനെ ഒരർത്ഥവും ധാമ എന്നുള്ളതിന് ലോകം എന്നായിട്ട് അങ്ങനെ ലോകത്തെ ഉദരത്തിലാക്കിയവൻ എന്നുള്ള അർത്ഥം എടുക്കാം. പിന്നെ ഭക്തന്മാർക്ക് സന്തോഷം കൊടുക്കുന്നയാൾ ദമം, സന്തോഷം കൊടുക്കുന്നയാളുണ്ട്. പിന്നെ ഈ ഇതില്ലേ നിയമങ്ങള് ദമം ശമം എന്നൊക്കെ പറഞ്ഞേ, അതിലുള്ള ദമം, അങ്ങനെയുള്ള ആ വഴികളിലൂടെ സാധിക്കപ്പെടുന്നയാള്, അങ്ങനെയൊക്കെ നമുക്ക് നേടാൻ കഴിയുന്നയാള് എന്നുള്ള അർത്ഥത്തിലും ദാമോദരൻ ആവും. ഇതൊക്കെയാണ് ദാമോദര. അകാരാന്താണ് ദാമോദരായ എന്ന് വരും. ദാമോദരായ നമ, വിക്ഷരായ നമ, രോഹിതായ നമ, മാർഗായ നമ, ഹേതവേ നമ, ദാമോദരായ നമ. അടുത്തത് സഹ. സഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം സഹനശക്തിയുള്ള ആള് എന്നർത്ഥമാണ്. സഹനശക്തി നമുക്കറിയാം, ക്ഷമയുള്ള ആള്, സഹനശക്തിയുള്ള ആള്, ക്ഷമയുള്ള ആള്, ഏറ്റവും അധികം ക്ഷമ ഉള്ളയാള്. അവിടെ അത് വേറൊരു ഇതും കൂടി ഉണ്ട്. ക്ഷമ ഉള്ളയാളാരാണ്? ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിന്റെ പര്യായമാണ് ക്ഷമ എന്ന് പറഞ്ഞാല്? ഭൂമിയുടെ പര്യായമാണ്. അപ്പൊ ഭൂമി ഉള്ളയാള്, ഭൂമിയോട് കൂടിയയാള്, ക്ഷമയോട് കൂടിയയാള്. ക്ഷമ എന്ന് പറഞ്ഞാൽ ക്ഷിതി, ക്ഷോണി, ക്ഷമ എന്നൊക്കെ പറയുന്നത് ഭൂമിയുടെ പര്യായമാണ്. അപ്പൊ ആ ഭൂമിയും ലക്ഷ്മിയാണല്ലോ വിഷ്ണുവിന്റെ പത്നിമാര്. ക്ഷമയുള്ളയാൾ എന്ന് പറയുമ്പോൾ ഭൂമിയുള്ളയാൾ, അങ്ങനെയാവാം ഒരർത്ഥം. അപ്പൊ സഹ എന്ന് പറയുമ്പോൾ ക്ഷമയുള്ളയാളാണ്. അകാരാന്താണ് സഹായ. സഹായ നമ, സഹായ എന്ന് വരും. സഹായ, സഹായ നമ. പിന്നെയുള്ളത് മഹീധര. ഹേതുർദാമോ അല്ലെ, അക്ഷരോ രോഹിതോ മാർഗോ ഹേതുർ ദാമോദര സഹ മഹീധര. മഹീധര, മഹീ എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്, ധര എന്ന് പറഞ്ഞാൽ ധരിക്കുന്നയാളാണ്. അപ്പൊ ഭൂമിയെ ധരിക്കുന്നയാൾ, ഭൂമിയെ ധരിക്കുന്നയാൾ, ഭൂമിയെ ധരിച്ചിട്ടുണ്ട്. ഭൂമിയെ ധരിക്കുക എന്നാണ് എപ്പോഴാണ് ചെയ്തത്? പിന്നെ ഭൂമിയെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് വരാഹ രൂപത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഭൂമിയെ താങ്ങിയിട്ടുണ്ട്, ഭൂമിയെ പിന്തുണച്ചിട്ടുണ്ട്. ആ അർത്ഥത്തില് മഹീധര, അതും അകാരാന്താണ്. മഹീധരായ എന്ന് വരും. മഹീധരായ നമ. പിന്നെ അത് മഹീധരോ മഹാഭാഗ. മഹാഭാഗ, മഹാഭാഗ. ഈ മഹാഭാഗ എന്നുള്ള വാക്കിന് ഈ ഭാഗ്യം എന്നുള്ള അർത്ഥം എടുക്കാം. ഭാഗ്യം, വളരെയധികം ഭാഗ്യമുള്ളയാള് എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം. ഭാഗ്യം, ഭാഗ സംബന്ധമാണ് ഭാഗ്യം. അപ്പൊ ഭാഗ്യം ഉള്ളയാൾ എന്ന് പറയുമ്പോൾ ഭാഗ്യം കൊടുക്കുന്നയാളെന്നും അർത്ഥമാവാം. എല്ലാവർക്കും ഭാഗ്യത്തെ ഉണ്ടാക്കി കൊടുക്കുന്നയാൾ. അപ്പൊ മഹാഭാഗ, മഹീധരോ മഹാഭാഗ. മഹാഭാഗ അകാരാന്താണ്. മഹാഭാഗായ നമ. വിക്ഷരായ നമ, രോഹിതായ നമ, മാർഗായ നമ, ഹേതവേ നമ, ദാമോദരായ നമ, സഹായ നമ, മഹീധരായ നമ, മഹാഭാഗായ നമ. പിന്നെയുള്ളത് വേഗവാൻ. വേഗവാൻ. അപ്പം വേഗവാൻ എന്നുള്ളത് തകാരാന്തം തന്നെയാണ്. വേഗവാൻ, വേഗവന്തൗ, വേഗവന്ത തകാരാന്തം തന്നെയാണ്. ഭവാൻ, ഭവന്തൗ, ഭവന്ത എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അവിടെയും ചതുർത്ഥി വേഗവതേ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്തിലാണ്? ലക്ഷ്മിവാൻ, ലക്ഷ്മിവതേ എന്നായതുപോലെ തന്നെ ഇവിടെ വേഗവാൻ എന്നുള്ളത് വേഗവതേ എന്നായി അങ്ങനെയാ വരിക.
അപ്പൊ വേഗവതേ നമ. അപ്പൊ വേഗവാൻ എന്നുള്ള വാക്കിന് വേഗത്തോട് കൂടിയ ആള് എന്നാണ്. വളരെ വേഗത്തിൽ ഉണ്ടായ ആള് ആവാം, വളരെ വേഗതയുള്ളവൻ എന്നുള്ള അർത്ഥാവാം, വേഗതയോട് കൂടിയ ആൾ, വേഗത്തിൽ വാൻ, വേഗത്തിൽ വന്നയാൾ. അത് മലയാളത്തിൽ വെറുതെ എന്ന് പറയുന്നേ ഉള്ളൂ. ഏതായാലും വേഗത്തിൽ ഉണ്ടായ ആള്, ക്ഷിപ്രം, വേഗം, വേഗത്തിൽ ഉണ്ടായ ആള്. ഇപ്പൊ വേഗവതേ നമ. ഇപ്പം വിക്ഷരായ നമ, രോഹിതായ നമ, മാർഗായ നമ, ഹേതവേ നമ, ദാമോദരായ നമ, സഹായ നമ, മഹീധരായ നമ, മഹാഭാഗായ നമ, വേഗവതേ നമ. അടുത്തത് അമിതാസന. അമിത ആസന, അമിത അസന, അമിതാസന. അമിതമായിട്ട് അസന. അസനം എന്ന് പറഞ്ഞാല് ഭക്ഷണമാണ്. അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നയാൾ, ധാരാളമായിട്ട് ഭക്ഷിക്കുന്നയാൾ, ആർത്തിയോട് കൂടിയിട്ട് ഭക്ഷിക്കുന്നയാൾ എന്നൊക്കെ അർത്ഥം. പിന്നെ അമിതമായിട്ട് ഭക്ഷിക്കുക എന്നുള്ളത് തന്നെ വേറൊരർത്ഥത്തിലും എടുക്കാം. ധാരാളമായിട്ട് ഭക്ഷണത്തെ കൊടുക്കുന്ന, അവനവൻ അവനവൻ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ, പലതും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഈ സൃഷ്ടികളൊക്കെ ഭഗവാന്റെ ആണ്. അപ്പൊ ഭഗവാന്റെ സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. ആ സൃഷ്ടികൾക്ക് ധാരാളമായിട്ട് കൊടുക്കുന്നയാൾ. ആ സൃഷ്ടികൾക്ക് ധാരാളം കൊടുത്തു കഴിഞ്ഞാൽ ആ സൃഷ്ടികളൊക്കെ അവനവൻ തന്നെയാണ്. അപ്പോൾ കഴിക്കുന്നതാരാ? അവനവൻ തന്നെ. അപ്പൊ അങ്ങനെയാണ് ധാരാളമായിട്ട് ഭക്ഷണം കഴിക്കുന്നയാൾ എന്ന് പറയാൻ കാരണം. അപ്പൊ അവനവൻ ആരെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അവർക്കൊക്കെ ധാരാളമായിട്ട് കൊടുക്കും. ആ കൊടുത്തതൊക്കെ അവനവന് തന്നെയാണ് കിട്ടുക. അപ്പം ഭഗവാന്റെ സൃഷ്ടികൾക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കുന്നയാൾ എന്ന് അർത്ഥം. അമിതാശന, അകാരാന്താണ്. അമിതാശനായ നമ എന്ന് വരും. അപ്പം വിക്ഷരായ നമ, രോഹിതായ നമ, മാർഗായ നമ, ഹേതവേ നമ, ദാമോദരായ നമ, സഹായ നമ, മഹീധരായ നമ, മഹാഭാഗായ നമ, വേഗവതേ നമ, അമിതാശനായ നമ. വിക്ഷരോരോഹിതോ മാർഗോ ഹേതുർദാമോദര സഹ, മഹീധരോ മഹാഭാഗോ വേഗവാനമിതാശന. ഇന്ന് ചൊല്ലിയ, ഇന്ന് പഠിച്ച 2 ശ്ലോകങ്ങളും നമുക്കൊന്ന് ചൊല്ലി നോക്കാം. എൻ്റെ കൂടെ തന്നെ എല്ലാവരും ചൊല്ലിയാൽ മതി. ചൊല്ലിത്തരികയായിട്ടല്ല, ഞാൻ ചൊല്ലാം. അതുലശരഭോ ഭീമസമയജ്ഞോ ഹവിരിഹരി, സർവലക്ഷണലക്ഷണ്യോ ലക്ഷ്മീവാൻ സമിതിം ജയ. വിക്ഷരോരോഹിതോ മാർഗോ ഹേതുർദാമോദര സഹ, മഹീധരോ മഹാഭാഗോ വേഗവാനമിതാശന. ഇനി എന്തെങ്കിലുമൊക്കെ അപ്പൊ തൽക്കാലം നമുക്ക് നിർത്താം. ഇനി